إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളുടെ അമലുകൾ അത് പൊളിച്ചു കളയുന്ന തിന്മയാകുന്ന രഹസ്യ ജീവിതങ്ങളിലെ തിന്മകൾ, അതിനെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെയാണ് വിട്ടുനിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഈ ഖുതുബയിൽ അപ്രകാരം തന്നെ നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന നമ്മളേവരും ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഗുരുതരമായ ഒരു തിന്മയെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ജനങ്ങളോട് ദുൽമു ചെയ്യുക, അവരോട് അക്രമം ചെയ്യുക എന്നുള്ളത് നമ്മുടെ അമലുകൾ അത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. സാമ്പത്തികമായി അതുപോലെ തന്നെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിച്ചുകൊണ്ട് മാനസികമായി ജനങ്ങളെ പീഡിപ്പിക്കുക, അവരെ ഉപദ്രവിക്കുക, അവരുടെ മക്കളോട് ദ്രോഹം ചെയ്യുക, അതല്ലെങ്കിൽ അവരോടുള്ള ഏതെങ്കിലും ബാധ്യതകളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് അവരെ ഉപദ്രവിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ അമലുകളെ നഷ്ടപ്പെടുത്തുന്ന വലിയ വൻപാപത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു, അതദ്റൂന മനിൽ മുഫ്ലിസ്? ഏറ്റവും പാപ്പരായ ആളുകൾ ആരാണെന്ന് സ്വഹാബികളെ നിങ്ങൾക്കറിയുമോ? അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസലാത്തിൻ വസിയാമിൻ വസകാ. എൻ്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകളെന്നാൽ അവർ ഖിയാമത്ത് നാളിൽ ഒരുപാട് നിസ്കാരവും ഒരുപാട് നോമ്പും സകാത്തുമായുമെല്ലാം അവർ വരും. എന്നാൽ വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. അവൻ വരുമ്പോൾ അവൻ ഒരുപാട് ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ടാകും, ഒരുപാട് ആളുകളോട് അവൻ ദ്രോഹം ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് ആളുകളുടെ സമ്പത്ത് അന്യായമായി അവൻ ഭുജിച്ചിട്ടുണ്ടാകും.
പലരുടെയും രക്തം ചിന്തിയിട്ടുണ്ടാകും, പലരെയും അവന്റെ കരങ്ങളാൽ ദ്രോഹിച്ചിട്ടുണ്ടാകും. അങ്ങനെ വരുന്ന ഒരാൾ ഫയുഅ്താ ഹാദാ മിൻ ഹസനാതി, അവൻ ദ്രോഹിച്ച ആളുകൾക്ക് ഇവന്റെ നന്മകളിൽ നിന്ന് നൽകപ്പെടും. വഹാദാ മിൻ ഹസനാതി, അവൻ ദ്രോഹിച്ച ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അവൻ ചെയ്ത നന്മകളിൽ നിന്ന് നൽകപ്പെടും. ഫഇൻ ഫനിയത് ഹസനാതുഹു, അവന്റെ നന്മകൾ അത് തീർന്നുപോയാൽ ഖബ്ല അൻ യുഖ്ദാ മാ അലൈഹി, അവൻ ചെയ്തതിന് പകരമായിട്ടില്ല എങ്കിൽ, അവന് ചെയ്തതിന് തുല്യമായി അതെത്തിയിട്ടില്ല എങ്കിൽ, അതിനു മുമ്പ് അവന്റെ നന്മകൾ തീർന്നുപോയാൽ ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹത് അലൈഹി, അവൻ ദ്രോഹിച്ചവരുടെ തിന്മകൾ എടുക്കപ്പെടുകയും ഇവന്റെ മേൽ ചാർത്തപ്പെടുകയും ചെയ്യും. സുമ്മ തുരിഹ ഫിന്നാർ, പിന്നീട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ നന്മകൾ എന്താണ്? നമ്മളുടെ നന്മകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അരികിൽ നമ്മൾ ചെയ്ത നന്മകൾ എന്താണ്? അള്ളാഹു പരിഗണിക്കപ്പെടുന്ന നമ്മുടെ നന്മകൾ ഇഖ്ലാസോടുകൂടി, ഒരു കലർപ്പുമില്ലാതെ റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് അള്ളാഹുവിൻ്റെ അരികിൽ നന്മകളായി പരിഗണിക്കപ്പെടുക. അങ്ങനെ ചെയ്ത എത്ര നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകും നമുക്ക്. ആ നന്മകളാണ് നമ്മൾ ചെയ്ത തിന്മകൾ കാരണം, നമ്മൾ മറ്റുള്ള ആളുകളോട് ചെയ്ത ദ്രോഹം കാരണം നഷ്ടപ്പെട്ടു പോകുന്നത്. ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാനത് ലഹു മദ്ലിമത്തുൻ ലി അഖീഹി മിൻ ഇർദിഹി ഔ ഷൈഇൻ ഫൽയതഹല്ലൽഹു മിൻഹു അൽയൗം ഖബ്ല അൻ ലാ യകൂന ദീനാറുൻ വലാ ദിർഹം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹോദരനോട് അക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അവന്റെ അഭിമാനത്തിൽ നിങ്ങൾ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ അക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരു ദീനാറും ഒരു ദർഹമും പകരം കൊടുക്കാനില്ലാത്ത ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങളത് ഒത്തുതീർപ്പാക്കണം. കാരണം എന്താണ്? ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദരി മദ്ലമതിഹി, ദ്രോഹം ചെയ്തവൻ, അക്രമം ചെയ്തവൻ, അവന് സൽക്കർമ്മങ്ങൾ ഉണ്ട് എങ്കിൽ അവന്റെ അക്രമത്തിന്, അവന്റെ ദ്രോഹത്തിന്റെ തോതനുസരിച്ചുള്ള അമലുകൾ, നല്ല കർമ്മങ്ങൾ അവരിൽ നിന്ന് പിടിക്കപ്പെടും. വഇല്ലം യകുൽ ലഹു ഹസനാത്ത്, ഇനി പറയപ്പെടാവുന്ന നന്മകളൊന്നുമില്ലാത്ത ഒരുത്തനാണ് എങ്കിൽ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി, അവൻ ദ്രോഹിച്ചവന്റെ തിന്മകൾ അവന്റെ മേൽ ചാർത്തപ്പെടും. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ആളുകളെ ദ്രോഹിച്ച് വരുന്ന ആളുകൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഇങ്ങനെയാണ്. അവരുടെ കാര്യം തീർപ്പാക്കുന്നത് ഈ രൂപത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകൾ ചെയ്യുന്നവരെ, ആ നന്മകൾ പരലോകത്തേക്ക് അവശേഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി ഇത് ചിന്തിക്കുക. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട് നമ്മളുടെ സഹോദരങ്ങൾ ദ്രോഹിക്കപ്പെടുന്നുണ്ടോ? നമ്മളുടെ ദ്രോഹം കാരണം നീറി ജീവിക്കുന്നവർ അതവർ അവശേഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കുക. അതല്ല എങ്കിൽ നമ്മൾ പാടുപെട്ട് ചെയ്ത അമലുകൾ അതാണ് നമുക്ക് നഷ്ടപ്പെടുക എന്ന് നമ്മൾ ഓർക്കുക. ജനങ്ങളെ ഉപദ്രവിച്ച്, അവരെ ദ്രോഹിച്ച്, അവരെ പറ്റിച്ച്, അവരെ വഞ്ചിച്ച്, അവരെ ചതിച്ച് ജീവിക്കുകയും എന്നിട്ട് ധാരാളം അമലുകൾ ചെയ്യുകയും ചെയ്താൽ അതുകൊണ്ട് എന്തുപകാരമാണുള്ളത്? എന്ത് നേട്ടമാണ് ആ അമൽ കൊണ്ട് അവന് ലഭിക്കുക? ഒരു നേട്ടവും ആ അമൽ കൊണ്ട് അവന് ലഭിക്കുകയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
ഇന്ന ഫുലാനത തഖൂമുൽ ലൈൽ വതസൂമുൻ നഹാർ വതഫഅൽ വതസദ്ദഖ്. ഒരു സ്ത്രീയുണ്ട് അല്ലാഹുവിൻ്റെ റസൂലേ, അവൾ രാത്രി നിസ്കരിക്കുന്നുണ്ട്, അവൾ നോമ്പ് നോൽക്കുന്നുണ്ട്, ഒരുപാട് പുണ്യപ്രവർത്തികളും സ്വദഖകളും അവൾ നൽകുന്നുണ്ട്. എന്നാൽ അവളുടെ അയൽവാസിയെ അവൾ അവളുടെ നാവ് കൊണ്ട് ദ്രോഹിക്കുന്നുണ്ട്. നാവ് കൊണ്ട് അവൾ അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഈ പറഞ്ഞ നന്മകളെല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് അവളുടെ അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ ഖൈറ ഫിഹാ ഹിയ ഫിന്നാർ. അവളിൽ യാതൊരു നന്മയുമില്ല. എന്തൊക്കെ നന്മകൾ ഉണ്ടായിട്ടും എന്താണ് കാര്യം? അവൾ ജനങ്ങളെ ഉപദ്രവിക്കുകയല്ലേ. അവൾ നല്ല രീതിയിൽ വർത്തിക്കേണ്ട അവളുടെ അയൽവാസിയെ അവളുടെ നാവ് കൊണ്ട് അവൾ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് ലാ ഖൈറ ഫീഹാ, അവളിൽ യാതൊരു നന്മയുമില്ല, അവൾ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാവ് കൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ആരെങ്കിലും നമ്മുടെ നാവ് കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ സഹോദരങ്ങളെ അത് ഒത്തുതീർപ്പാക്കുക. കാര്യം ഗൗരവമാണ്. പരലോകത്ത് നമ്മളുടെ അമലുകൾ നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ആരെയെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ഒരാളും വിചാരിക്കേണ്ടതില്ല പരലോകത്ത് ഞാൻ രക്ഷപ്പെടും, അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നൊരാളും വിചാരിക്കേണ്ടതില്ല. അള്ളാഹു പുറത്തു തരണമെങ്കിൽ നീ ഉപദ്രവിച്ചവൻ നിനക്ക് മാപ്പ് നൽകണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ പാപമോചനം നിനക്ക് ലഭിക്കുകയുള്ളൂ. നീ ഉപദ്രവിച്ചവൻ നിനക്ക് മാപ്പ് നൽകാത്തിടത്തോളം അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല. ഇത് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ച് ഇവിടെ നിന്ന് സുഖമായി മരിച്ചു പോകാം, നീ വിജയിച്ചു, നീ രക്ഷപ്പെട്ടു, അള്ളാഹു പുറത്തു തരും എന്ന് നീ വിചാരിക്കേണ്ടതില്ല. അത് നിന്റെ വ്യാമോഹമാണ്. നീ ഉപദ്രവിച്ചവരോട് നീ ഒത്തുതീർപ്പാക്കണം. അതല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ റബ്ബിൻ്റെ കോടതിയിൽ അവർ വരും. നീ ഉപദ്രവിച്ചവർ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മകൾ അവർക്ക് കൊടുക്കും. അതല്ല എങ്കിൽ അവരുടെ തിന്മകൾ നിന്റെ മേൽ ചാർത്തപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യം വളരെ ഗൗരവമാണ്. ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇന്ന ഹുഖൂഖൻ നാസി വമദാലിമഹും സവാഅൻ കാനത് മാദിയതൻ കസ്സരിഖതി വദ്ദൈൻ. ജനങ്ങളോടുള്ള ബാധ്യതകൾ, അവരോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ, അത് സാമ്പത്തികമായ കാര്യമാകട്ടെ, ഒരാളുടെ സമ്പത്ത് അന്യായമായി അപഹരിച്ചു, അവൻ്റെ സമ്പത്ത് മോഷ്ടിച്ചു, അതല്ലെങ്കിൽ കടം മേടിച്ച് അത് തിരിച്ചു കൊടുക്കാതിരുന്നു, അതല്ല എങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിച്ചു, അവരെ വാക്കുകൊണ്ട് നോക്കുകൊണ്ട് അവരെ പറ്റി ഗീബത്ത് പറഞ്ഞും നമീമത്ത് പ്രചരിപ്പിച്ചും അവരെ മാനസികമായി പീഡിപ്പിച്ചു എങ്കിൽ ലാ തസ്ഖുതു ബിമുജറദി അഫില്ലാഹി അനിൽ അബ്ദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാപ്പ് നൽകൽ കൊണ്ട് മാത്രം അത് പരിഹരിക്കപ്പെടുകയില്ല. കാരണം അത് ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട അവൻ്റെ വ്യക്തിപരമായ ഇടപാടുകളും അവനോട് വ്യക്തിപരമായി ഇവൻ ചെയ്ത ദ്രോഹങ്ങളുമാണ്. അത് അല്ലാഹു പൊറുക്കണമെങ്കിൽ അവൻ മാപ്പ് നൽകേണ്ടതുണ്ട്. ബല്ലാ ബുദ്ദ മിനൽ ഖിസാസ്. ഒന്നല്ലെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു അവൻ്റെ പ്രതികാര നടപടിക്രിയ അത് നൽകണം. അതല്ല എങ്കിൽ അവിത്തഹല്ലുലി മിൻഹാ, അത് ദുനിയാവിൽ വെച്ച് ഒത്തുതീർപ്പാക്കണം. അതല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനത് പുറത്തു കൊടുക്കുകയില്ല എന്ന് ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. വഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഉറാതൻ ഗുർലൻ ബുഹ്മ. പരലോകത്ത് ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക വിവസ്ത്രരായിക്കൊണ്ടും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിക്കൊണ്ടും നഗ്നപാതരായിക്കൊണ്ടുമാണ്. ലൈസ മഅഹും ഷൈഉൻ, അവരുടെ കരങ്ങളിൽ അവരുടെ അരികിൽ ഭൗതികമായ ഒരു വിഭവവും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടും. ثم يناديهم بصوت يسمعه من بعد كما يسمعه من قرب. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അറിയിപ്പ്, ഒരു വിളിയാളം നടത്തും. അത് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾ കേൾക്കുന്നത് പോലെ ഏറ്റവും അകലെ നിൽക്കുന്ന ആളുകൾ കേൾക്കും. ഒരാൾക്കും ആ അറിയിപ്പിൽ യാതൊരു അവ്യക്തതയും ഉണ്ടായിരിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അനൽ മലികു അനദ്ദയ്യാൻ, ഞാനാണ് രാജാതിരാജൻ, അനദ്ദയ്യാൻ, ഞാനാണ് ഇന്ന് പ്രതിഫലം നൽകുന്നവൻ. എന്നിട്ട് വലാ യംബഗി ലിഅഹദിൻ മിൻ അഹ്ലി النار അൻ യദ്ഖുല النار വലഹു ഇൻദ അഹദിൻ മിൻ അഹ്ലി الجنة ഹഖ്ഖുൻ. നരകത്തിൽ പ്രവേശിക്കാനുള്ള ആളുകൾക്ക് നരകത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അവൻ സ്വർഗാവകാശികൾക്ക് എന്തെങ്കിലും ബാധ്യതകൾ നിറവേറ്റാനുണ്ട് എങ്കിൽ അത് നിറവേറ്റാതെ നരകക്കാർക്ക് നരകത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ولا ينبغي لأحد من أهل الجنة أن يدخل الجنة ولأحد من أهل النار عنده حق حتى أقصه منه حتى اللطمة. സ്വർഗക്കാർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ആ സ്വർഗക്കാർക്ക് നരകത്തിൽ പ്രവേശിക്കാനിരിക്കുന്ന ആളുകളോട് വല്ല ബാധ്യതയും ഒത്തുതീർപ്പാക്കാനുണ്ട് എങ്കിൽ അതൊത്തുതീർപ്പാകാതെ സ്വർഗക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഹത്തൽ ലത്മ, ഒരു മുഖത്ത് അടിച്ച, കേവലം മുഖത്ത് അടിച്ചതിൻ്റെ കാര്യം വരെ അങ്ങനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ വഇന്നമാ യഅതി അല്ലാഹു അസ്സ വജല്ല ഉറാതൻ ഗുർലൻ ബുഹ്മ. അല്ലാഹുവിൻ്റെ റസൂലേ, എങ്ങനെയാണ് അവിടെ പകരത്തിന് പകരം കൊടുക്കുക? ഞങ്ങളുടെ കരങ്ങളിൽ ഭൗതികമായ ഒന്നുമില്ല, ഞങ്ങൾ വിവസ്ത്രരാണ്, നഗ്നപാതരാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ എങ്ങനെ കൊടുക്കും പകരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, അവിടെ പകരം കൊടുക്കുക, അവിടെ പ്രതികാരം അത് ചെയ്യുക നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടുമാണ് എന്നാണ്. സഹോദരങ്ങൾ, ഈ ഹദീസ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളവൻ നരകത്തിൽ പ്രവേശിക്കാനുള്ളവനോട് എന്തെങ്കിലും അക്രമം ദുനിയാവിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അവിടെ പരിഹരിക്കപ്പെടാതെ സ്വർഗക്കാർ സ്വർഗത്തിലേക്കോ നരകക്കാർ നരകത്തിലേക്കോ പ്രവേശിക്കപ്പെടുകയില്ല. അത് ചെറിയ അടിപിടി കേസാണെങ്കിൽ പോലും ഒരാൾ ഒരുവനെ അന്യായമായി അടിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇവിടെ ദുനിയാവിൽ ഒത്തുതീർപ്പാക്കിയിട്ടില്ല എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കോടതിയിൽ അത് ഒത്തുതീർപ്പാക്കിയതിന് ശേഷമേ നരകക്കാരെ നരകത്തിലേക്കും സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും പ്രവേശിക്കുവാൻ അനുവദിക്കുകയുള്ളൂ. ആക്രമിക്കപ്പെട്ടവൻ നരകക്കാരനാണ് എങ്കിൽ, ആക്രമിക്കപ്പെട്ടവൻ നരകത്തിൽ കരിഞ്ഞ് പോകുവാനുള്ളവനാണെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ മഹത്തായ നീതി അവിടെ നടപ്പിലാക്കും. അവൻ്റെ അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓടിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ആളുകളോട് അക്രമം ചെയ്യുന്നതിനെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതായി കാണാം, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, അല്ലയോ മനുഷ്യരെ, ഞാൻ എൻ്റെ മേൽ അക്രമം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അല്ലാഹു ഒരാളോടും അക്രമം ചെയ്യുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമ, മനുഷ്യരെ നിങ്ങൾക്കിടയിലും അല്ലാഹു
അക്രമത്തിനെ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, നിങ്ങൾ പരസ്പരം ദുൽമ് ചെയ്യരുത്, പരസ്പരം ദുൽമ് ചെയ്യരുത്. വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. ഒരു സമൂഹത്തിനോട് നമുക്ക് വിദ്വേഷമുണ്ട് എങ്കിൽ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് അവരോട് അനീതി കാണിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് പാടില്ല. ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ, നിങ്ങൾ നീതി കാണിക്കുക, അതാണ് തഖ്വയുടെ ഏറ്റവും അടുപ്പമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്ക് വിദ്വേഷമുള്ള ആളുകൾ, അവരോട് പോലും ദുൽമ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉപദ്രവം ചെയ്യുമ്പോൾ ഉപദ്രവിക്കപ്പെടുന്ന ആളുകൾ അവരെങ്ങാനും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ഉപദ്രവിക്കപ്പെട്ടവൻ, മർദ്ദിതനായവൻ, അവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, കാരണം ആ പ്രാർത്ഥനക്കും റബ്ബിനും ഇടയിൽ ഒരു മറയുമില്ല. അല്ലാഹു നേരിട്ട് അത് സ്വീകരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഉപദ്രവിക്കപ്പെട്ടവൻ ഇനി ഫാസിഖാണെങ്കിലും കാഫിറാണെങ്കിലും അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ജനങ്ങളോട് അന്യായമായി ഉപദ്രവങ്ങൾ ചെയ്യുന്നവർ, ജനങ്ങളെ അന്യായമായി ഉപദ്രവിക്കുന്ന ആളുകൾ, അവരോട് അനീതി ചെയ്യുന്ന ആളുകൾ, അവർക്കുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നൽകിയേക്കാം. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടി പേടിക്കേണ്ട, ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട തിന്മയാണിത്. മറ്റുള്ള ആളുകളോട് അക്രമം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടുകൂടി കണക്കാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.